ഗൈസ്, നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ലഗേജ് പാസഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോണതിൻ്റെ മുന്നേ എന്നോട് എല്ലാവരും ഒരേ സ്ഥലത്തിൽ ചോദിക്കുന്ന ഒരു സംഗതിയാണ് എങ്ങനെയാണ് ഈ ഈവൻ ടോൺഡ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടുക എന്നുള്ളത്. അതിൻ്റെ മെയിൻ സീക്രട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയസിനമൈഡാണ്. ലൈക്ക് നമ്മൾ പല സ്കിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് വൈറ്റമിൻ സി ആവട്ടെ, അതിനൊക്കെ പലതരം ഇതാണ് കൺസേൺസ് ആണ്. നമ്മൾ സ്കിന്നിന് ഏത് ഭാഗത്താണ് ഫോക്കസ് ചെയ്യേണ്ടത് അതാണ് അവരിതാക്കുക. പക്ഷേ നയസിനമൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ പോർസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ നയസിനമൈഡുള്ള പ്രോഡക്റ്റ്സ് സ്കിൻ കെയറിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഞാൻ ആഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഡൺ വണ്ടേഴ്സ് ഓൺ മൈ സ്കിൻ. ആൻഡ് യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദിസ് നയസിനമൈഡ് സീറം ഫ്രം പ്ലം. ഒരു 10% നയസിനമൈഡ് ഉണ്ട് ഈ ഒരു സീറത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും പോസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ബാലൻസസ് ആ സ്കിൻ ടോൺ. അതാണ് മെയിനായിട്ട്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഒരു അടിപൊളി ഗ്ലോ, ഒരു റേഡിയൻ ലുക്കിന് ഇത് തരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ 2% നയസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ജെൽ ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഒരു അടിപൊളി ഗ്ലോ തരാൻ വേണ്ടി. ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് രണ്ടും, സീറും ആവട്ടെ ജെൽ ക്രീമും ആവട്ടെ. ആഫ്റ്റർ സ്കിന്നാണിത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി എത്ര പോലെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ഭയങ്കര ഹൈഡ്രേറ്റഡും പ്ലംബി ആയിട്ട് ഇങ്ങനെ സ്കിന്ന് നിൽക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഹൗ ഐ ഗെറ്റ് മൈ ഗ്ലോയി സ്കിൻ. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, നേരെ നമ്മൾ ബാക്കി വ്ളോഗ് കാണാനുണ്ട്. ഇനി ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക. പിന്നെ നജ 10 എന്നുള്ള കൂടി യൂസ് ചെയ്യാൻ മറക്കണ്ട. ഇനി ബാക്കി വ്ളോഗിരുന്ന് കണ്ടോളി. ഓക്സിഡൻ്റൽ ഗേവ് വാസ് ദി ബെസ്റ്റ് ഡേ. താങ്ക് യു. ബൈ. അതിൻ്റെ ഉള്ളിൽ കയറിക്കോ, അവിടെ നിർത്തോണ്ട്. അബുദാബിയിലേക്ക് ബൈ ബസ്. ഭയങ്കര ഈസിയസ്റ്റ് റൂട്ടാണ്. നമ്മൾ നാട്ടിൽ പോവാണ്, മഴ കാണാൻ പോവാണ്. 10 ദിവസത്തിനാ വന്നത്. നമ്മളിനി തിരിച്ചു വരും അല്ലേ? ഞാൻ വരും ഫോർ സ്റ്റഡീസ്, പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ പോവാണ്, നാട്ടിലേക്ക് പോവാണ്, മഴ കാണാൻ പോവാണ്. ഞങ്ങൾ പോവാണ്. ഇങ്ങനെ ഇറങ്ങിയിരുന്ന് ബസ് നമ്മൾ അബുദാബി എയർപോർട്ട്. അപ്പോൾ ജൂലൈ 17 നൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18-12 മണിക്ക് ശേഷമാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഒരു 18-ാം തീയതി ആവും. അന്ന് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നാട്ടിൽ പോകാൻ, എല്ലാവരും മീറ്റ് ചെയ്യാനൊക്കെ. 10 ദിവസം നിന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും വേറെ തന്നെ ഒരു ഫീൽ ചെയ്തിരുന്നു. എക്സൈറ്റഡ് ഫോർ ദി ബർത്ത്ഡേ ഓൾസോ. someone's birthday today. Some birthday wishes make you cry like your sisters and sister-in-law. Varandala birthday wish was too good. I love you. ഇപ്പം എനിക്ക് എൻ്റെ 22 വയസ്സുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ലൈക്ക് what all things do you have to say to your followers, like your subscribers? Like ഇപ്പം അന്നെ പോലെ ആവണമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന അല്ല പറയുക, ഞാൻ പറയാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. ഇഡിയറ്റോട്ടാ ഇപ്പം ലൈക്ക് നജാഫ് പിന്നെ പോലെ ആവണം
എന്ന് ആഗ്രഹിച്ച് നടക്കുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഇൻ കേസ് ഇഫ് ദർ ആർ സം ഗേൾസ് ദേ ലൈക്ക് സീ യു ആസ് ദെയർ റോൾ മോഡൽ ഓർ ബോയ്സ് or girls and boys see you as their role model, what do you have to tell them at your age of 22? First of all, don't be like me അല്ലെങ്കിൽ എന്നെ പോലെ ആവണം എന്നുള്ളത് ആഗ്രഹിക്കരുത്. I would ask everyone to be yourself. ഇന്ന് റോൾ മോഡൽ ആക്കണേക്കാട്ടിലും കീപ് someone you respect as your role model, like ഫാമിലിന്നോ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസ് അല്ലാണ്ട് someone from inside your family, keep them as your role model. കാരണം അവരെ ക്യാരക്ടറും നമ്മളെ ക്യാരക്ടറും സെയിം സെയിമാണ്. So it's easy to look up to them, not to the strangers. പിന്നെ be independent. കാരണം എപ്പോൾ നമ്മൾ കൂടെ ഉള്ള ആൾക്കാർ വീഴുമെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. വീണാലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷേ യുവർ ഹസ്ബൻഡ് ഷുഡ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻറ്റ് ഇൻ ദി സെൻസ് ദാറ്റ് ലൈക്ക് നമുക്ക് ആഗ്രഹമുള്ളത് തീർക്കാൻ വേണ്ടിയുള്ളൊരു പൈസ. അത് നമ്മളടുത്തില്ല അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാളടുത്ത് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വി ഷുഡ് സിറ്റ് ഡൗൺ ആൻഡ് ബി ലൈക്ക് എന്നെ കൊണ്ട് പറ്റില്ലല്ലോ, ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ. സോ ബി ഇൻഡിപെൻഡൻറ്റ്. കാരണം നമ്മളെ പൈസ ചോദിക്കാൻ ആരും വരില്ല. സാറും ആർ മണി no one is going to question that. എന്തിനാ ചെലവാക്കി എവിടെ ചെലവാക്കി ഒന്നും ചോദിക്കും. കണ്ണാടി വെക്കണം. ഞാൻ വെച്ച അതുകൊണ്ട് പണിയുണ്ട്. പിന്നെ എവറിത്തിങ് ഇൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് ഒരു ലിമിറ്റ് വെക്കണം. Draw your own boundaries. Yeah, that's the main point. Yes, that's all. ഈ സോഷ്യൽ മീഡിയ ഇടുന്ന എല്ലാം ഫേക്ക് ആണെന്നൊന്നും അങ്ങനല്ല. വാട്ട് ഐ മെന്റ് ഇസ് ലൈക്ക് ഞാൻ എൻ്റെ ഹാപ്പി മൊമെന്റ്സ് മാത്രം കാണിക്കണുള്ളൂ എന്നാണ്. ദാറ്റ്സ് വാട്ട് ഐ മെന്റ്. ഐ എം നോട്ട് പുട്ടിങ് ഔട്ട് മൈ സാഡ് മൊമെന്റ്സ്. ഇടയ്ക്കിടും, ബട്ട് ഐ എം നോട്ട് ടു മച്ച് ഇൻ ടു പുട്ടിങ് മൈ സാഡ് മൊമെന്റ്സ്. കാരണം ഇതിൻ്റെ ഒരു സാഡ് സംഗതി ഇട്ടാൽ പീപ്പിൾ വിൽ നോ ദാറ്റ്സ് മൈ വീക്ക് പോയിന്റ്. അങ്ങനെ എന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് എന്നെ തളർത്താൻ പലരും വരും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മളെ തളർത്താനുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോം എന്നല്ല, ലൈക്ക് നെവർ ഷോ യുവർ വീക്ക്നെസ് ടു എനിബഡി. ദാറ്റ് ലൈക്ക് ഹസ്ബൻഡ് ഈസ് ഓക്കേ. ലൈക്ക് അത്രയും ക്ലോസ് ആയിട്ട് ഉള്ള ആൾക്കാർ, ക്ലോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഫാമിലി ഓർ ക്ലോസസ്റ്റ് ഓഫ് ദി ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഓൾസോ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഓൾസോ വി വോണ്ട് സജസ്റ്റ് അല്ലേ. അങ്ങനൊന്നുമില്ല. ഹസ്ബൻഡ് സോ നജമോള് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. താങ്ക് യു ഫോർ ബീങ് ഇൻ മൈ ഇന്റർവ്യൂ. നാളത്തെ കാര്യങ്ങൾ ബാക്കി സെറ്റാക്കാം. മഴ കാണാം. മഴ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്ക് ചെന്നിറങ്ങുമ്പോൾ. യെസ്. ഗുഡ് നൈറ്റ്. അവിടെ കാണാം. ഹായ്. ഹായ് ഗായ്സ്. റിമ വലുതായി. റിമ ചെറുതായില്ല, റിമ വലുതായി. ഇന്ന് മുതൽ റിമ വലുതാണ്. പൂവാണ് ഞങ്ങൾ, പൂവാണ്. നമ്മളെല്ലാരും പോവാണ്. നമ്മൾ കേക്ക് മുറിക്കാൻ. എന്ത് പറയടോ?
അതെ അത് ബർത്ത്ഡേകൾ ഇതിനൊന്ന് കാണിച്ചെടുത്താ ഇവിടെ കുത്തല് നടുവിലെ കുത്തല് ഇടണോ ആ റബ്ബർ അടിക്കാക്കി ഇട്ടുകൊടുക്കേ കത്തിച്ചോ മാറി നിന്ന മേത്തിട്ട് തിരക്ക് പൊട്ടു കിട്ടിയില്ല കൊടുക്ക് ഞങ്ങളുണ്ട് കൊടുക്കാൻ കൈ വറക്കില്ല തുറന്നൊന്നും പറയില്ല ആണില്ല തൊന്നല്ല ഞാൻ ഓളൊരു പ്രാവശ്യം കെട്ടിയതാണോ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ഒരു ഗിഫ്റ്റ് കിട്ടിയത്. തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഫാമിലി എല്ലാവരും കൂടി ഒരു അടിപൊളി ഡിന്നറും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള നമ്മളൊരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണ് എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വ്ളോഗ് വരുന്നവരേക്കും ബൈ.